ഹലോ, ഇത് എന്തുവായി കാണിക്കുന്നേ? കെ പുറകിലുണ്ട്, കൊല്ലി പുറകിലുണ്ട്. ശ്രദ്ധിക്കേ ഇതൊക്കെ ശ്രദ്ധിച്ച് കളിക്ക്. ഹലോ, അയ്യോ പിടിവെക്കരുത്. അയ്യോ ഇങ്ങേരുടെ ഒടുക്കത്തെ ചീട്ടുകളി നിർത്താൻ വേണ്ടിട്ടാ പിള്ളേർ ഒരു ഫോൺ മേടിച്ചു കൊടുത്തത്. ഇപ്പൊ ആ ഫോണിനകത്ത് ഓൺലൈൻ റമ്മി കളി, പബ്ജി, ലോകത്തുള്ള എല്ലാ ഗെയിമും അതിനകത്ത് കയറ്റി വെച്ചിരിക്കുക. അത് മാത്രമല്ല, നാട്ടിലുള്ള പെണ്ണുങ്ങളെ മൊത്തം ചാറ്റും. രമേ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു രമേ എന്ന് വിളിക്കുന്നത്. ഇത് കേൾക്കുന്ന രമേ അവിടുത്തെ വേലക്കാരിയാന്ന്. ഒന്നുമില്ലെങ്കിൽ റിട്ടേൺ എസ് ചെയ്യില്ല ഞാൻ. നീ എന്നെ രമാകാന്ത വിളിക്ക്, അതല്ലേ എന്റെ പേര്. രജനീകാന്ത് അല്ലല്ലോ. ഇതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോണില്ല. എല്ലാവരും ശ്രദ്ധിക്കും. ഇത് കേട്ട ഒരു കാര്യം ഞാൻ പറയാം. ഇന്നലെ ഇവള് വൈകിട്ട് പറഞ്ഞ് രമേ ഒറ്റയ്ക്കുള്ള വീട്ടില് ശ്രദ്ധിക്കണേ, തുണി മോളി കഴിയിട്ടുണ്ട് എടുത്തു തരണേ രമേ. ഇവള് പറഞ്ഞിട്ട് ഇവളങ്ങ് പോയി. വൈകുന്നേര സമയം സത്യം ഞാൻ കുളിക്കാൻ പോയി. തൊട്ടപ്പുറത്തെ വീട്ടിൽ പണിക്കുന്ന 2 ബംഗാളികൾ പെണ്ണാന്ന് പറഞ്ഞ നേരെ ബാത്റൂം ഇടിച്ചു. സത്യം, ഞാൻ സോപ്പ് തേച്ചോണ്ടിരുന്നയാ. സോപ്പും പദവരത്തിന്റെ മുഖത്ത് സോച്ചു. എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞു ഞാൻ ആണാണ്. എവിടെ കേൾക്കാൻ? എന്റെ കട്ടി സൗണ്ടും ഈ കട്ടി മീശ കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിലേ എന്റെ ബോഡി അങ്ങ് പെരുമ്പാവൂര് പൊങ്ങിന, അറിയാമോ? അതെ, കുളിക്കുമ്പോഴത്തേക്കേ ലൈറ്റ് ഇട്ടോണ്ട് കുളിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അയ്യോ സുരേഷേ, എങ്ങനെ തയ്ക്കൂടാ? 25 വയസ്സുള്ള സുരേഷേ ഞാൻ എങ്ങനെ തയ്ക്കൂടാ? കേട്ടാ, എന്തുവാ 25, 30 ഒന്നും ഇപ്പൊ ഒരു പ്രശ്നമില്ല. ദൈവം വിളിക്കുമ്പോ അങ്ങ് പോയല്ലേ പറ്റുള്ളൂ. എന്നാ പറ്റിയെന്ന് പറ. 25 വയസ്സേ ഉള്ളു. അവര് റമ്മി കളിക്കാൻ അറിഞ്ഞൂടാ. 1.5 ലക്ഷം രൂപ വേണ്ടി പോയത്. ഞാനിത് എറിഞ്ഞു പൊട്ടിക്കും കേട്ടാ, പറഞ്ഞേക്കാം. നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ദൈവത്തിന് ഫോൺ മാത്രം എറിഞ്ഞു പൊട്ടിക്കരുത്. നിങ്ങൾക്കറിയാവോ, പണ്ടൊക്കെ ബാത്റൂമിൽ പോകുമ്പോ ഇങ്ങേർക്ക് ഒരു സിഗരറ്റ് മതിയായിരുന്നു. ഇപ്പൊ ഫോൺ മതി. ഒരു സ്ഥലകാലബോധം ഇല്ലാതെ ഇങ്ങനെ ഈ ഫോണും കൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്കറിയാവോ, കഴിഞ്ഞ ദിവസം ക്ലോസറ്റ് ആണെന്നും പറഞ്ഞോണ്ട് ഗ്രൈൻഡറിനകത്ത് കയറി പോയി. ഞാൻ സ്വിച്ച് ഇട്ടപ്പോഴേ ഉദയ സ്റ്റുഡിയോയുടെ എമ്പളവിരുന്ന് കറങ്ങുമ്പോ സ്വിച്ച് ഓഫ് ചെയ്ത് ഞാൻ പിടിച്ചിറക്കിക്കൊണ്ട് വന്നിരുന്നാൽ ഇങ്ങനെ അരഞ്ഞു മാവായിട്ട് വന്നേന്. ഇവിടെ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ? എന്റെ വീട്ടിൽ പോണോന്ന് പറഞ്ഞിട്ട് കുറെ ദിവസമായി. നീ ഉച്ചയ്ക്ക് നിന്റെ വീട്ടിൽ പോന്നു, പബ്ജിയെ കാണുന്നു, തിരിച്ചു വരുന്നു. പബ്ജിയാ? പപ്പാജി, ഇതിനകത്ത് കളിച്ചിപ്പോ തന്റെ തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയായി. അതെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീട്ടിൽ പോയപ്പോഴേ പപ്പ ഒരു ഗ്ലാസ് പാല് തന്നാലും നിങ്ങൾ എന്താ മേടിച്ചു കുടിക്കാതെ? അല്ല, എനിക്ക് വേറെ സുഖമുണ്ട്. ഈ പാലിരുന്ന് കഴിക്കാൻ ഞാൻ കൊത്തും. ഞാൻ കുടിച്ചോളാം. നീർക്കോലി, നിങ്ങളോട് ഞാൻ ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങൾ ഈ പെണ്ണുങ്ങളെ ചാറ്റുന്നത് ശരിയുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞേ ഉള്ളവരും എന്റെ ബ്ലാക്ക് സിറ്റിയിലെ ടെമ്പിൾ റൺ ആണ് സത്യം. ഒരു പെണ്ണുങ്ങളെ ഞാൻ ചാറ്റ് ചെയ്തില്ല. ഒരു മിനിറ്റ്. ഹലോ ജെമിനി, ഊണൊഴിക്കാൻ സമയമായിട്ടുണ്ടോ? ഒന്ന് പറയൂ. ക്ഷമിക്കണം, താങ്കൾക്ക് ഊണ് കഴിക്കാൻ സമയമായിട്ടില്ല. വേണമെങ്കിൽ കാപ്പി കുടിച്ചോളൂ. ഓക്കെ സഹോദരി, കാപ്പി എടുത്തു. വിശക്കുന്നു. എന്തോ കാപ്പി എടുത്തു വെക്കാൻ. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോകാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഞാൻ ഇച്ചിരി പബ്ജി കളിക്കട്ടെ എന്ന്. പബ്ജി ഫയർ എടുത്തിട്ടേ നിഞ്ചാഗ്രട്ട് ഉണ്ടാക്കിയിട്ട് തരട്ടെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടല്ലോ. ഫോൺ എടുക്കരുത്. ഇനി ഫോണല്ലെന്ന് വേറെ. ഹലോ, ഇല്ലല്ല, ഒരു കാര്യം ചെയ്യും. ഞാനേ വൈകിട്ട് രാത്രി കിട്ടുതരാം. അല്ല, എഴുതി തീർന്നു, കുറച്ചേ ഉള്ളൂ. നല്ല കവിത. ഓക്കെ, ഞാൻ വിളിക്കാം. ഏതവക്കാ രാത്രി അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു? എന്നതാ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞത്? ഞങ്ങളെ പോലീസ് അസോസിയേഷന്റെ കൂട്ടായ്മയില്ലേ, അതിൽ കവിത എഴുതുന്നത് അയച്ചു കൊടുക്കാന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങളാ? പിന്നെ കവിതയാ? എന്റെ അമ്മോ, നല്ല അടിപൊളി കവിത. എന്റെ കവിതയുടെ പേരാണ് നര. ജീവിതമാകുന്നു നര, എന്തിനീ നര, അപാര നര, അപാര നര. എങ്ങനുണ്ട് എന്റെ കവിത നര? ഇത് നരയല്ല, നിങ്ങളുടെ കൊര. അപ്പൊ നിനക്ക് എന്റെ ശബ്ദം നിനക്ക് പിടിക്കുന്നില്ല അല്ലേടി? എന്റെ ശബ്ദം നിനക്ക് പിടിക്കുന്നില്ലല്ലേ? ഇത്ര നാൾ കഷ്ടപ്പെട്ട് വന്ന എന്റെ ശബ്ദം നിനക്ക് എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കല്ലേ. കണ്ടാ, വേറൊന്നുമല്ല, നമുക്ക് ചെറിയ പേടി. എന്റെ ശബ്ദം പേടിയാണോ? പേടി കൊണ്ടല്ല, കടയുടെ ഷട്ടർ ഇടും പോലെ എനിക്ക് തോന്നുന്നത്. അതാ പറഞ്ഞത്. പിന്നെ മോണെടുത്ത മനുഷ്യ, നിങ്ങൾ ഈ ഫോൺ ഇവിടെ വന്നതിന് ശേഷം ഇന്ന് വരെ മര്യാദക്ക് എന്നോട് സംസാരിക്കാൻ പോലും ചെയ്തിട്ടില്ല. നിർത്തുന്നുണ്ടോ ഇത്? അത് സത്യം കേട്ടോ, വേറെ ഒന്നുമല്ല. ഈ ഫോൺ എനിക്ക് വന്നപ്പോഴുണ്ടോ ഞാൻ കുറച്ച് അഡിക്റ്റ് ആയി പോയി. സത്യം മനസ്സിലായോ? വേറെ ഒന്നുമല്ല, നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ? ഡോക്ടർ വേണ്ട, ഇംഗ്ലീഷ് പറ്റി ശരിയാകത്തില്ല. ഇംഗ്ലീഷ് പറയുന്നത് ഭയങ്കര പാടാ, അലർജി വരും. അപ്പൊ ഞാൻ ഒരു കാര്യം പെട്ടെ, ഞാനിപ്പോ മെഡിറ്റേഷൻ പോയിട്ടുണ്ടല്ലോ, ഇത് മാറ്റാം. അതിനു വേണ്ടിയല്ലേ ഞാൻ വേറെ റൂമിൽ 3-4 ദിവസമായി വേറെ റൂമിൽ കയറി കിടന്ന് മെഡിറ്റേഷന്റെ ഭാഗമായിട്ട് ഞാൻ ഭയങ്കര ട്രീറ്റാ. കുഴപ്പമില്ല. നീ മെഡിറ്റേഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ 2 ദിവസം കൊണ്ട് എന്റെ അടുത്ത് മാറി അപ്പുറത്ത് പോയി കിടക്കുന്നത്. അതെ, കാരണം നല്ലതാ. ഇയാളുടെ മെഡിറ്റേഷൻ എന്നാന്നറിയാവോ?
റൂമിലോട്ട് കയറിയിട്ട് ഒരു ട്യൂബ് ലൈറ്റ് ഇവിടെയോട്ട് കത്തിച്ച് നോക്കി. തല കണ്ടല്ലോ, ട്യൂബ് ലൈറ്റ് കത്തിച്ച് വെച്ചിട്ട് എന്റെ ഓറ കണ്ടോ എന്ന് ചോദിച്ചു. കണ്ട പെണ്ണുങ്ങളെ ചാറ്റലായി ഇങ്ങേരുടെ മെഡിറ്റേഷൻ. നിനക്കെങ്ങനെ അറിയാം? അതെ, നിങ്ങളൊരു മിന്നൂസിനെ നിങ്ങളുടെ ഓറ കാണിച്ചു കൊടുത്തായിരുന്നോ? കാരണം മിന്നൂസ് ആ. ഈ മെഡിറ്റേഷന്റെ ഒക്കെ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഡോക്ടർ. കേരളത്തിൽ ഒറ്റ പേഷ്യന്റ് ഉള്ളത് ഞാൻ മാത്രം. ഇത് നമ്മളെ ഭാഗ്യം. ആണല്ലേ? ഓ, ആ മിന്നൂസ് ഞാനാ. ആ മിന്നൂസ് ഈ ഞാനാ. ഇത് എവിടെട്ട് മിന്നാൻ? നീയാ? ഇപ്പൊ ഇങ്ങനെ തുപ്പം പാതിരാത്രിക്ക് പറയുന്ന പഞ്ചാര വർത്തമാനം ഒന്ന് കേക്കണം. കേൾപ്പിച്ചു തരാവേ. നിങ്ങളെ ഇന്നലെ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞേ. അയ്യോ എന്റെ ഡോക്ടറെ, സത്യം പറഞ്ഞ ഫോണിനെ അടിച്ച് എന്റെ കുടുംബം രക്ഷിക്കണം പ്ലീസ്. ഇങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞേ? മര്യാദക്ക് പറഞ്ഞ പോലെ പറഞ്ഞോ. ഹലോ, ആരെങ്കിലും കൂടെ ഉണ്ടോ? ഒറ്റയ്ക്കേ ഉള്ളോ? ഏത് ഡ്രസ്സാ ഇട്ടിരിക്കുന്നേ? വല്ലതും കഴിച്ചോ? മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടർ തുറക്കും പോലെ സൗണ്ടുള്ള മനുഷ്യനാ കേട്ടാ. ഈ സിറ്റുവേഷനിൽ ഞാനല്ല, ഇനി അമരീഷ് പുരി വന്ന് പറഞ്ഞാലും ഇങ്ങനെ പറയാൻ പറ്റൂ. അയ്യോ, എന്താ ഒരു അഭിനയം. എന്നെ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. വാഴ 2 തേർഡ് പാർട്ട് ഒന്ന് ഇറങ്ങട്ടെ, വാഴ 3. അതിൽ എന്റെ അഭിനയം നിനക്ക് കാണാം, നോക്കിയോ. എന്നാ സിനിമയുടെ പേര് മാറ്റേണ്ടി വരും. എന്തോ മരവാഴ 3. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പച്ചക്കറി എല്ലാവരും ദേ പിന്നെയും പോയിരുന്നല്ലോ മനുഷ്യ. നീ പറ. എന്റെ അനിയന്റെ കല്യാണമാ. അതെല്ലാം പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്താ? ഇത് എന്റെ മനസ്സിലുണ്ടെന്ന് അതല്ല. അവന് വല്ലതും കൊടുക്കണ്ടേ? മൈൻഡ് ക്രാഫ്റ്റ് കൊടുക്കാന്ന്. സോ നീ പേടിക്കാതി മനുഷ്യ. ആ പിള്ളേരെ വിളിച്ച് വിവരങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ? സ്നാപ്ചാറ്റ് വഴി നമുക്ക് ചാറ്റ് ചെയ്യാം. ഒരു 10 ദിവസം മുമ്പേ വരെയല്ലേ നമുക്ക് പോകണ്ടേ? സോഡാ സഹായൊക്കെ ഉണ്ട്, ഈ നമുക്ക് പണ്ടാരഞ്ഞ ഇതൊരൊറ്റ ഒരുത്തനാ മനുഷ്യന് സമാധാനം ഇല്ലാതാക്കിയത്. അയ്യോ, എന്റെ ആംഗ്രി ബേഡ്സിലെ കിളികളെ മുട്ട പൊട്ടിയേ. എന്റെ ഗൂഗിൾ വാൾ ഇടിഞ്ഞു വീടേ. എന്റെ പ്ലേ സ്റ്റോർ പോയേ. അയ്യോ, എന്റെ ഗൂഗിളിലെ പൈസ പോയേ. എന്റെ ഒട്ടാരോ. ഏതവനാടാ? നിങ്ങളെ ആരുടെയും പോസ്റ്റിന് കമന്റ് ഇട്ടായിരുന്നോ? അത് ഈ കമന്റ് ഇടൂ, സമ്മാനം നേടൂ. അതിൽ ഞാൻ എന്റെ ദൈവത്തിനാണ് ഇതിനകത്ത് ഇനി വല്ല പ്രശ്നം വന്നെങ്കിൽ മുട്ടുകാലി കണ്ട് ഞാൻ തന്നെ ഓടിക്കാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പറയടാ. ആണോ? അയ്യോ, നിങ്ങളുടെ കമന്റിന് 1ാം സമ്മാനം വന്ന്. സത്യമായിട്ട് നിങ്ങളുടെ കമന്റിന് 1ാം സമ്മാനം. ഹലോ, എന്തുവാ സമ്മാനം? എന്തുവാ സമ്മാനം ഇല്ലേ? എന്തുവാ 1ാം സമ്മാനം? എന്തോന്ന്? എന്തുവാ അത്? 1 ലക്ഷം രൂപ വിലയുള്ള ഒരു ഫോൺ. എന്തോന്ന്? 1 ലക്ഷം രൂപ വിലയുള്ള ഒരു ഫോൺ. 1 ലക്ഷം രൂപ വിലയുള്ള ഫോൺ. എന്നിട്ട് വേണം എല്ലാവർക്കും എനിക്ക് ഇമോജി അയക്കാൻ. ഇപ്പോഴാ എനിക്കൊരു കാര്യം ബോധ്യമായത്. എന്തോന്ന്? എന്റെ ജീവിതം ഇമോജി. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഇവര് രണ്ടുപേരും വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പം ഇവരുടെ വായിൽ നിന്ന് ഈ PUBG അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ ഇടയ്ക്ക് പറയാൻ തോന്നിയെന്നല്ലേ? വേറെ ഒന്നുമില്ല, നമ്മളിവിടെ കൃഷ്ണരാജ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉള്ള കൃഷ്ണരാജ് തന്നു. പിന്നെ ചേച്ചിയുടെ മോള് പിള്ളേരെ വിളിച്ചു ചോദിച്ചു. അവര് രണ്ട് ഭാഗത്തുനിന്ന് എഴുതിയെടുത്ത് വെച്ച്, പക്ഷെ എല്ലാം കയ്യിൽ നിന്ന് പോയി, ഒക്കെ മറന്നുപോയി. കൂടിപ്പോയി അറിയാം. ലൂഡോ അറിയാം. നിങ്ങളുടെ കാലത്ത് ലൂഡോ ആയിരുന്നോ? അല്ല, എപ്പോഴും ഉണ്ട്. പിന്നെ മറ്റേ പാമ്പ് ഇത് പാമ്പ് പ്രായമുള്ള മനുഷ്യൻ പാമ്പ് ആപ്പിൾ ഇട്ടതാ. അല്ല, ലൂഡോ എന്നൊക്കെ പറയുമ്പോ എളുപ്പം പറയാം. ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു വരുമ്പോഴേ ആന്റി ക്രഷ് ഒക്കെയാണ് നമുക്ക് പറയാൻ പറ്റും. മറ്റതൊന്നും നമുക്ക് അല്ലെന്ന് ഞാനൊക്കെ പറഞ്ഞ് തിരിച്ച് എന്തോ ഒരു എനിക്കും അറിയത്തില്ല. മറ്റതല്ലായിരുന്നു കേട്ടാ. വീട്ടിൽ പോയിട്ട് പറയുമ്പോഴേ വീട്ടിൽ പോകുന്നു PUBG അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ പറയുക, രണ്ടുപേരും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ഇപ്പൊ ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും, ചേച്ചി ഒന്നും മയത്തെല്ലാം സംസാരിക്കുന്ന. അപ്പൊ ഈ ഓപ്പോസിറ്റ് അട്രാക്ട് എന്ന് പറയില്ലേ, അത് കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഏറ്റു. ബിക്കോസ് ആ 2 പേഴ്സണാലിറ്റി, 2 ക്യാരക്ടർ എന്നാ ഭാര്യ ഭർത്താവാണ്. അത് കറക്റ്റ് ആയിട്ട് അത് നമുക്ക് മെസ്സേജ് കിട്ടി. സൂപ്പറായിരുന്നു. എല്ലാരും ഒന്നും കൂടെ ചിരിക്കുന്ന ഒരു സാധനം കൂടെ ഞാൻ പറഞ്ഞുതരാം. ശ്രുതി നമ്മുടെ ഗ്രൈൻഡർ. ഗ്രൈൻഡർ കോമഡി അടിപൊളിയായിരുന്നു. ഇവിടെ ഞങ്ങള് അത് കഴിഞ്ഞ് 2 എണ്ണം ഞങ്ങൾ കേട്ടിട്ടില്ല. കാരണം അവിടെ നിൽക്കുക ഞങ്ങള് ഗ്രൈൻഡറിൽ ഞങ്ങളും ഇങ്ങനെ കറങ്ങി കറങ്ങി നോക്കിട്ടിരിക്കാം. അയ്യോ, അതല്ല എലീന, ശ്രുതിക്കും ഭയങ്കര ബാസുള്ള ശബ്ദം. ഞങ്ങളിവിടെ പറയായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ബാസുള്ള ഒരാളെ കിട്ടിയെന്ന്.
നിങ്ങളുടെ സ്കിറ്റില് ശ്യാം ചേട്ടൻ പോലെയാണ് ഞങ്ങൾക്ക് അവിടെ ശ്രുതി. സ്കിറ്റിലും എനിക്ക് രണ്ട് കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റി. ഒന്ന് പബ്ജിയുടേത്. എന്റെ അനിയന്റെ റൂം തുറന്നാൽ ഇതേ ഒച്ചപ്പാടും ബഹളവുമാണ്. ഈ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഇവിടുന്ന് എന്തലറിയാലും കേൾക്കില്ല. ഒച്ചയും ബഹളവും മൊത്തം ഇതിന്റെ അകത്തായിരിക്കും. കൊല്ലടാ വെക്കടാ വെടി വെക്കടാ എന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ രമാകാന്തിന്റെ കാര്യം പറഞ്ഞ, രജനീകാന്തിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്റെ അച്ഛന്റെ അനിയന്റെ പേര് രമാകാന്ത് എന്നാ. രണ്ട് അനിയന്മാരുണ്ട്, ശ്രീകാന്തും രമാകാന്തും. ഏറ്റവും ഇളയ രമാകാന്താണ്. അടിപൊളി. പക്ഷെ വിജയകാന്തം എന്നായിരുന്നെങ്കിൽ അല്ലേ രജനീകാന്തും വിജയകാന്തും. സൂപ്പർടാ. അയ്യോ അതെങ്കിൽ ഇഷ്ടപ്പെട്ടു. ഒരാൾ സൂപ്പർ പറഞ്ഞതിന്റെ ഞാൻ ആ കയ്യടി കേട്ടത്. ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. ഒന്നുമില്ല. ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും ചേച്ചി ഓ. ബാറ്ററി നമുക്ക് നോക്കാം അല്ലേ? പിന്നെ. എത്രത്തോളം ചാർജ് കയറി. ഗെയിം കളിച്ച് 20,000 രൂപ നേടി അല്ലേ? ഇവിടെ അതിന് വഴക്കുണ്ടാക്കി 20,000 രൂപ നേടി. ഹാപ്പി ആയില്ലേ ചേച്ചി? 20,000 റുപ്പീസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ കുട്ടികളോട് എന്താ പറയേണ്ടത്? ഈ മൊബൈലിൽ ഒരു ഗെയിംസ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല, കളിക്കാൻ പാടില്ല. ഇത് ജസ്റ്റ് ഒരു സ്കിറ്റാണ് അല്ലേ? അതെ. അത്ര പഠിക്കുക എല്ലാരും. യെസ് സൂപ്പർ.